സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് എക്സാമിനേഷൻ അല്ലെങ്കിൽ പരീക്ഷ എഴുതുക എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്തിനാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരീക്ഷ എഴുതുക, എക്സാമിനേഷൻ എഴുതുക. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? നമുക്ക് പറയാൻ പറ്റും റൈറ്റ് ആൻ എക്സാമിനേഷൻ. ശരിയല്ലേ? നമ്മളൊക്കെ എപ്പോഴും പറയുന്നതാണ് റൈറ്റ് ആൻ എക്സാമിനേഷൻ. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ തെറ്റാണ്. അതെന്താണ് തെറ്റ്? കാരണം നമ്മൾ മിക്കപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ നമ്മൾ നോട്ടീസ് ബോർഡിൽ എഴുതുന്ന യു ഹാവ് ടു റൈറ്റ് ആൻ എക്സാം ടുമോറോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ദർ ഇസ് ആൻ എക്സാം ടുമോറോ. അവിടെ നമ്മൾ പറയാറുണ്ട് എന്താണ്, ഞാൻ എക്സാം എഴുതി, ഐ റോട്ട് ആൻ എക്സാം യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഐ ഹാവ് റിട്ടൺ ആൻ എക്സാം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത് ശരിയാണ്? അല്ല, ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറില്ല. അതല്ലെങ്കിൽ അത് കറക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എന്താണ് കറക്റ്റ്. റൈറ്റ് ആൻ എക്സാമിനേഷൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ തെറ്റാണെങ്കിൽ എന്താണ് ശരിയെന്ന് നോക്കാം. എന്താണല്ലോ, അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനം ചെയ്യും. അവിടെ സുഹൃത്തുക്കൾക്ക് ഫേസ്ബുക്ക് ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ കോഴ്സ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പെയ്ഡ് കോഴ്സായിട്ട് വെക്കില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഇതെന്നും ഫ്രീ ആയിരിക്കും. ഒരുപാട് സെക്ഷനുകൾ വരുന്നുണ്ട്. നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ സെക്ഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എങ്ങനെ ഇംഗ്ലീഷ് എഴുതാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ലെറ്റർ റൈറ്റിങ്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എങ്ങനെയാണ് ഇത് പറയുന്നുള്ളത്. അപ്പോൾ സ്റ്റുഡൻറ്റ് എപ്പോഴും ടേക്ക് ആൻ എക്സാമിനേഷൻ. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്താണ് ചെയ്യുന്നത്? സ്റ്റുഡൻറ്റ് എക്സാം എഴുതുക. സെയിം, നമ്മുടെ മലയാളത്തിലുള്ള മീനിങ് സെയിമാണ്. കാരണം നമ്മുടെ ആദ്യത്തെ സെഷനിൽ നമ്മുടെ പാഠം 1 നമ്മൾ പഠിച്ചായിരുന്നു, മലയാളം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ അത് തെറ്റായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, ടേക്ക് ആൻ എക്സാമിനേഷൻ എന്നാണ് കറക്റ്റ്. അതല്ലെങ്കിൽ മറ്റൊരു വാക്കുകളുണ്ട്, സിറ്റ് ഫോർ ആൻ എക്സാമിനേഷൻ. ടേക്ക് ആൻ എക്സാം ഓർ സിറ്റ് ഫോർ ആൻ എക്സാം. എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് എക്സാം എഴുതുക, ടേക്ക് ആൻ എക്സാം. അപ്പോൾ ടീച്ചർ എന്താണ് ചെയ്യുന്നത്? ടീച്ചർ കണ്ടക്ട് ആൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഗീവ് ആൻ എക്സാമിനേഷൻ. നമ്മളൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഗീവ് ആൻ എക്സാമിനേഷൻ സ്റ്റുഡൻ്റാണ് ചെയ്യുന്നത്, സ്റ്റുഡൻ്റ് അല്ല എക്സാം കൊടുക്കുന്നത്. ഗീവ് ആൻ എക്സാമിനേഷൻ ഓൾവേസ് ടീച്ചറാണ് ഗീവ് ആൻ എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റ് ടേക്ക് ആൻ എക്സാം ഓർ സിറ്റ് ഫോർ ആൻ എക്സാം. ഇതാണ് കൃത്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2-3 എക്സാമ്പിൾസ് സെൻറ്റൻസസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ടേക്ക് ആൻ എക്സാം എവ്രി മൺഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ടെൻസാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ചാപ്റ്റർ 1 തൊട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. നമ്മൾ ഏകദേശം 75ഓളം ചാപ്റ്റർ ഇപ്പം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒന്നാണ് വീഡിയോ. എല്ലാ വാക്കുകളും, നമുക്ക് ആവശ്യമുള്ള വാക്കുകളെല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ പിക്ചർ ഡിക്ഷണറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. ഐ ആം ടേക്കിംഗ് ആൻ എക്സാം നൗ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനിപ്പോഴൊരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ ഹാവ് ടേക്കൺ ആൻ എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനൊരു എക്സാം എഴുതി. ഐ ടുക്ക് ആൻ എക്സാം യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഇന്നൊരു എക്സാം എഴുതി, ഇന്നലെ ഒരു എക്സാം എഴുതി. ഐ വിൽ ടേക്ക് ആൻ എക്സാം ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ഒരു എക്സാം എഴുതും എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.